അങ്ങനെ ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിരിക്കുകയാണ്. ഇന്നാണ് ഇന്ത്യയും അഫ്ഗാനും നേർക്കുനേർ വരുന്നത്. ഇന്നത്തെ മാച്ചിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അഫ്ഗാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് മികച്ചൊരു എതിരാളിയായിരിക്കും. ഈ വേൾഡ് കപ്പിലെ പ്രകടനങ്ങൾ നോക്കിയാൽ അതാണ് മനസ്സിലാവുന്നത്. അഫ്ഗാന്റെ ബൗളിംഗ് ആണ് ഇന്ത്യ പേടിക്കേണ്ടത്. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ 100 റൺസിനുള്ളിൽ തന്നെ ഓൾ ഔട്ട് ആയേക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഈ വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡ് ടീമിനെ മലയെടുത്തടിച്ച ടീമാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് ഇന്ത്യ മികച്ചൊരു 11-ഉമായിട്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓപ്പണിങ്ങിൽ നിന്ന് കോഹ്ലി മാറുകയാണ്. കോഹ്ലി പതിവ് പോലെ തന്നെ വൺ ഡൗണിൽ കളിക്കും. ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ തിരിച്ചെത്തി. അതുപോലെ സൂര്യകുമാർ ഇന്ന് കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സൂര്യയ്ക്ക് കൈക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് സൂര്യയ്ക്ക് പകരം 4-ാം നമ്പറിൽ സഞ്ജു കളിക്കാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചിട്ടില്ല. ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചു. സൂപ്പർ 8-ലെങ്കിലും സഞ്ജുവിനെ ഇറക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സഞ്ജു വന്നാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അഫ്ഗാനിസ്ഥാനെ ചെറിയ ടീമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മാച്ചിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്ത്യൻ ടീമിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഓപ്പണിംഗ് ആണ് പ്രധാനമായിട്ട് പണിയാവുന്നത്. കോഹ്ലി ഫോം ആവുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കോഹ്ലിയെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇത് നല്ലൊരു തീരുമാനമാണ്. വൺ ഡൗണിൽ കോഹ്ലി വന്നാൽ അടിച്ചു കളിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. ജയ്സ്വാൾ, രോഹിത് ശർമ്മ, കോഹ്ലി, സഞ്ജു, ഋഷഭ് പന്ത്, ശിവൻ ദുബെ, പാണ്ഡ്യ, ജഡേജ, സിറാജ്, ബുംറ, കുൽദീപ് യാദവ്. സഞ്ജുവിന് ഇന്ന് അവസരം കിട്ടിയാൽ തകർത്തടിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ഇന്ത്യ ജയിക്കുമോ അഫ്ഗാൻ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.